ഗായ്സ്, അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ. അപ്പോൾ ഇതാ എൻ്റെ അമ്മ ഇവിടെ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടായി തന്നെങ്കിൽ എന്താ ടേസ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകുന്നു, അത്രയ്ക്കും ടേസ്റ്റ്. എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ അധികം ഇഷ്ടമല്ല, ബട്ട് ഇത് കഴിച്ചപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റാണ്. അപ്പം ബാക്കിയുള്ളത് അമ്മ പറഞ്ഞു തരേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായിട്ട് പാൽ ആദ്യം തിളപ്പിക്കണം. ഒരു 500 പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ പാൽ. അപ്പോൾ ആ കട്ടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ 2 or 3 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് പാൽപ്പൊടി ഇടാം കേട്ടോ. പാൽപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒന്നും കൂടി ചൂടാവട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ, ഒരു 4 ടേബിൾ സ്പൂണോളം മധുരമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരം ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ഈ കൊക്കോ പൗഡറാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടുക. അതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ഇങ്ങനെ മുകളിലിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഈ പാൽ ചൂടാക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പാലും ഈ കൊക്കോ പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ഞാനിവിടെ നന്നായിട്ടൊരു പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കൊക്കോ പൗഡർ, കോൺഫ്ലവർ, പിന്നെ ഒരു പീസ് ബട്ടർ, ബാക്കി പഞ്ചസാര ആവശ്യത്തിന് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. ആ ചോക്ലേറ്റിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പം നോക്കുക, നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ, മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടുക കേട്ടോ. എന്നിട്ട് കൈ വിടാതെ ഇത് പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ കോൺഫ്ലവർ ഇടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നതായി കാണാം കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് കുറുകി വരുന്നതായി കാണാം. ഞാൻ 2 ടേബിൾ സ്പൂണോളമാണ് 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ടുള്ളൂ കേട്ടോ. ഞാനിതിവിടെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഈ പുഡിംഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വല്ലാതെ നമ്മൾ കട്ടി രൂപത്തിലല്ല എടുക്കുന്നത്, ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വിടാതെ ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കൈ വിടാതെ ഇതുപോലെ സ്പാച്ചുലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്നവരെ ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ ചോക്ലേറ്റ്. പക്ഷേ ചിലവർക്ക് ചോക്ലേറ്റിന് ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാനിലേൻ്റെ എസൻസ് ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവർ. ഐസ്ക്രീം ആയാലും എല്ലാം ചോക്ലേറ്റാണ് മേടിക്കുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് പുഡിംഗ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഏത് പാത്രമാണോ അതിലേക്ക് നമ്മളൊന്ന് ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. 4 ഭാഗത്തും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇതുപോലെ വെച്ചിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ല ചൂടുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തണുക്കുന്ന വരെ ഒന്ന് പുറമേ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നവരെ വെക്കുക. അപ്പോൾ നമുക്ക് ഞാൻ പിറ്റേ ദിവസം കേട്ടോ എടുത്തത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതുപോലെ നല്ല തണുത്താലാണ് ഈ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ മെല്ലെ ഇതുപോലെ എടുക്കുകയാണ്. ഇനി ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ക്രീമി വല്ലാതെ നല്ല കട്ടി രൂപത്തിലല്ല ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഏകദേശം ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചോക്ലേറ്റ് പുഡിംഗ് ആയതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ അത്ര ഭംഗിയില്ല കാണാൻ, ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ടേസ്റ്റും നല്ല അപ്പാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺഫ്ലോറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഐസ്ക്രീമിനൊക്കെ പകരം ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ അടിപൊളിയായിട്ടൊരു ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിങ്ങാണ് ഇവിടെ തയ്യാറാക്കിയത്. ഒരുപാട് പുഡിങ് ഞാനിവിടെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കയറി കാണുക. അടിപൊളിയായിട്ട് അടിപൊളി സ്വീറ്റാണ്. നല്ല നിങ്ങൾക്ക് സ്വീറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ പുഡിങ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു കമൻറ്റും കൂടി ഇതിലേക്ക് ഇടുക. അപ്പോൾ അതൊന്ന് കാണുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമാകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലത്തെ പുഡിങ്ങും നല്ല നല്ല ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.